നമ്മുടെ ആപ്പിൾ ഐഫോണിലും ഐപാഡിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞൊരു 1.5 വർഷത്തോളമായിട്ട് നമ്മുടെ ഫോണുകളിൽ സ്ഥിരമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ പല ആൾക്കാരും ഉപയോഗിച്ചിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാരും അത് ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവും അതിനെ വഴി. ഞാൻ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇങ്ങനെ ഉപയോഗിച്ച്, കുറേ പേര് എൻ്റെ അടുത്ത് വരാറുള്ളൂ. പക്ഷെ അധികം ആൾക്കാരൊന്നും ഇത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. അതിനെ പറ്റിയിട്ട് ഞാനൊരു ചെറിയൊരു വിവരണം തരാം. നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുന്ന ടാസ്ക് ഒറ്റ ക്ലിക്കിൽ നമ്മൾ വേറെ ആപ്ലിക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ ഒറ്റ ക്ലിക്കിൽ നടത്താൻ പറ്റിയ ഫംഗ്ഷനാണ് ഈ ഷോർട്ട് കട്ട്. അപ്പോൾ ഈ ഷോർട്ട് കട്ട് നിങ്ങൾ ഉപയോഗിച്ച് ഞാനൊരു ഇതിൽ 1-2 എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ മുഖേന അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ മുഖേന നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിൽ ഇടുന്ന ഗാലറിയിൽ ഇടുന്ന വീഡിയോ, അതിന് ആ ഓഡിയോ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ഈ ഷോർട്ട് കട്ട് മുഖേന എങ്ങനെ സാധിക്കുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഷോർട്ട് കട്ട്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഷോർട്ട് കട്ട് ചെയ്യാനുള്ള വിൻഡോ വരും. അതിൻ്റെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണാം. അതിനകത്ത് നമ്മൾ ഷോർട്ട് കട്ടിൻ്റെ ഒരു നെയിം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോയിൽ നിന്ന് ഓഡിയോ എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോ ടു ഓഡിയോ എന്നോ മറ്റോ കൊടുക്കാം. വീഡിയോ ടു ഓഡിയോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെ ആഡ് ടു ഹോം സ്ക്രീനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. അതും അല്ലെങ്കിൽ തൊട്ട് താഴെ ഷോ ഓൺ ആപ്പിൾ വാച്ചിൽ അത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഷോ ഇൻ ഷെയർ ഷീറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ഷീറ്റ് നമ്മൾ എനേബിൾ ചെയ്തിടണം. എന്തിനാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഷെയർ വിൻഡോയിൽ വരാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഷെയർ ഷീറ്റ് ടൈപ്പ് ഇത് മീഡിയ ആണല്ലോ. അപ്പോൾ ഇതിൽ കുറേ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ടോ, ഓൾ ടൈപ്പ്. അപ്പോൾ അതിൽ എല്ലാം ഡീസെലക്ട് ചെയ്തിട്ട് താഴെ ഇവിടെ മീഡിയ എന്ന് കണ്ടില്ല, മീഡിയ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി മുകളിൽ റൈറ്റ് സൈഡിൽ ഡണ്ണ് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഈ പ്ലസ് ബട്ടൺ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മീഡിയ സെലക്ട് ചെയ്യണം. മീഡിയ സെലക്ട് ചെയ്തു. മീഡിയയിൽ ഓഡിയോ, ആപ്പ് സ്റ്റോർ, ക്യാമറ ഇതെല്ലാം കാണാം. നമുക്ക് വീഡിയോ ആണ് നമ്മുടെ ടാർഗറ്റ്. വീഡിയോ ടു ഓഡിയോ ആണ്. പോഡ്കാസ്റ്റ്, വീഡിയോയിൽ എൻകോഡ് മീഡിയ നമ്മൾ എൻകോഡ് ചെയ്യാൻ ചെയ്യുന്നത്. എൻകോഡ് മീഡിയ. അപ്പോൾ എൻകോഡ് ഷോർട്ട് കട്ട് ഇൻപുട്ട് അതിൻ്റെ ഷോ മോർന്ന് കാണാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണത് ഓഡിയോ ഓൺലി. നമുക്ക് വീഡിയോ ഒന്ന് ഓഡിയോ ആണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓഡിയോ ഓൺലി സെലക്ട് ചെയ്യാം. ഫോർമാറ്റ് ഇതിൻ്റെ നമ്മൾ ആപ്പിളിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഫോർമാറ്റാണ് M4A. അപ്പോൾ അത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. പിന്നെ സ്പീഡ് ഇവിടെ ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് നോർമൽ എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ അത് മ്യൂസിക് നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നോർമൽ തന്നെ എടുക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പ്ലസ് ബട്ടൺ ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. ഇതിൽ നമ്മൾ എവിടെ ഇത് സേവ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ മീഡിയ കിടക്കുന്നത് ഞാൻ കളയുന്നു. അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് ആയിട്ടാണ് സേവ് ചെയ്യുക. അപ്പോൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്തു. നമ്മുടെ ടാസ്ക് എന്താ കൊടുക്കുന്നത്, ഫയൽ സ്റ്റോറേജിൽ സേവ് ഫയൽ മീഡിയ എൻകോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യും. എവിടെ സേവ് ചെയ്യും, iCloud ഡ്രൈവിൽ സേവ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത്. അതിനുശേഷം ഡണ്ണ് കൊടുക്കാം. അതിലിവിടെ ഉണ്ട് ആസ്ക് വെയർ ടു സേവ്. ഇത് എൻകോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന്. അത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഡൺ. ഇനി ഞാൻ ഇപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ടിൽ മുകളിൽ ഫസ്റ്റ് തന്നെ വന്നു വീഡിയോ ടു ഓഡിയോ ആക്ഷൻ വന്ന് വിടുന്നു. ഇനി ഞാനൊരു വീഡിയോ നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇത് താഴെ ലെഫ്റ്റ് സൈഡിലുള്ള ഷെയർ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് താഴെ നമ്മൾ ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ടിൻ്റെ ഇത് കാണാം. അവിടെ വീഡിയോ ടു ഓഡിയോ എന്ന് കൊണ്ട് കാണാം. അതുമേ ടാപ്പ് ചെയ്തു. മുകളിൽ വീഡിയോ ടു ഓഡിയോ സേവ് ആയിട്ടുണ്ട്. എവിടെ സേവ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ iCloud ഡ്രൈവ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതിൽ സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഐഫോണിൽ ഓൺ മൈ ഐഫോൺ സേവ് കൊടുത്തു. വീഡിയോ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഫയൽസ്, ബ്രൗസ് ഓൺ മൈ ഫോൺ. ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യണം. يا ريحة الجنات تشرق من السحاب. ഓക്കെ, അത് ഏതാണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഷോർട്ട് കട്ട് എങ്ങനെയാണെന്നുള്ളത്. അതുമാത്രമല്ല നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ
പല ആപ്ലിക്കേഷൻസും ഓപ്പൺ ചെയ്യാൻ തന്നെ നമുക്ക് പല ടാസ്കുകളും ഇതിൽ മുൻകൂട്ടി സേവ് ചെയ്താൽ ഇതിൽ താഴെ ഓട്ടോമേഷൻ എന്ന് പറയുന്നൊരു ഫങ്ഷനുണ്ട്. അതിനകത്ത് നമ്മൾ മുകളിൽ റൈറ്റ് സൈഡിലൊരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് പേഴ്സണൽ ഓട്ടോമേഷൻ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇൻബിൽറ്റായിട്ട് അവർ കുറേ പേഴ്സണൽ ഓട്ടോമേഷൻസ് നമുക്ക് വേണ്ടി സേവ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതൊരു ടൈം ഓഫ് ഡേ, ഏതെങ്കിലും സമയത്ത് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലോ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തിടാം. അലാം ചെയ്തിടാം. അലാം ചെയ്ത് കഴിഞ്ഞാൽ അലാം സ്റ്റോപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് ഒരു 6 o'clock അല്ലെങ്കിൽ 5:30 അലാം വെച്ച് അലാം സ്റ്റോപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട ഒരു പ്ലേ ലിസ്റ്റ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിടാൻ പറ്റും. ആ പ്ലേ ലിസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യും. നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച ആ ടാസ്ക് അലാമിന് ശേഷം അത് ഓപ്പൺ ആവും. നമുക്ക് വേണമെങ്കിൽ നോക്കാം എങ്ങനെയാണെന്ന്. അതായത് വേക്കപ്പ് അലാം മാത്രമല്ല, ഏത് അലാം വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ വേക്കപ്പ് അലാം നിങ്ങൾ സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ വേക്കപ്പ് അലാം എന്ന്. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു എക്സാമ്പിളായിട്ട് ഇനി കൊടുക്കണമെന്ന് മാത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ആക്ഷൻ, നമുക്ക് ഒരു ആക്ഷൻ അതിൽ ആഡ് ചെയ്യാം. മ്യൂസിക് അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് എന്നോ നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. പ്ലേ ലിസ്റ്റ് അല്ലെങ്കിൽ പ്ലേ മ്യൂസിക് അല്ലെങ്കിൽ ഗെറ്റ് പ്ലേ ലിസ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്ലേ മ്യൂസിക് ഇതിലുണ്ട്. പ്ലേ മ്യൂസിക് ഷോ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ഓൾ സോങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഓൾ നെക്സ്റ്റ് കൊടുക്കാം. ആസ്ക് ബിഫോർ റണ്ണിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്തിടാം. അപ്പോൾ അലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോങ്സ് പ്ലേ ചെയ്ത് തുടങ്ങും. അത് ഡിസേബിൾ ചെയ്തിടാം. ഡോണ്ട് ആസ്ക്. അത് കഴിഞ്ഞ് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അലാം നിങ്ങൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യൂ ആ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പ്ലേ ലിസ്റ്റിൽ ആ സോങ്സ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഓപ്ഷൻസ്. ശേഷം നിങ്ങൾക്ക് ഈ ഓട്ടോമേഷൻ്റെ തൊട്ടപ്പുറത്ത് ഗാലറി എന്ന് പറഞ്ഞ് കാണാം. ഈ ഗാലറിയിൽ പല എസെൻഷ്യൽ, മോർണിംഗ് റൂട്ടീൻ, ക്വിക്ക് ഷോർട്ട് കട്ട്സ്, ഫീച്ചേർഡ് അങ്ങനെ കുറേ ഗാലറികളുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ള ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുദ്ദേശിച്ച് നിങ്ങൾക്ക് ചെയ്യാം. റീഡ് ഇറ്റ് ലേറ്റർ, ഡു മോർ വിത്ത് ഓംനി ഫോക്കസ്, അറൗണ്ട് ദ ഹൗസ്, ഫോട്ടോഗ്രാഫി അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഓൺ ദ ഇൻ്റർനെറ്റ് വെബ്, സി ഓൾ കൊടുത്താൽ മതി. സി ഓൾ കൊടുത്താൽ അതിനകത്ത് കുറേ കാണാം. ഡൗൺലോഡ് ഫയൽ, ഒരു URL നിങ്ങൾ സെലക്ട് ചെയ്ത് ക്ലിപ്പ് ബോർഡിൽ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ URL എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആയിക്കോളും. യൂട്യൂബ് വീഡിയോസ് എല്ലാം ഡൗൺലോഡ് ആയിക്കൊള്ളണമെന്നില്ല. അത് പലതും പ്രീമിയം അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പല വീഡിയോ ഡൗൺലോഡ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ വഴികൾ സ്വീകരിക്കേണ്ടി വരും. അതുപോലെ URL ഷോർട്ടൻ ചെയ്യാനുള്ള, എക്സ്പാൻഡ് ചെയ്യാനുള്ളത്, അങ്ങനെ പല യൂസ് യുവർ ക്ലിപ്പ് ബോർഡ്, റൈറ്റേഴ്സ് ടൂൾ ബോക്സ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഷോർട്ട് കട്ട് മെനു ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നോക്കി വായിച്ച് നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഷോർട്ട് കട്ട് നമ്മൾ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഉപയോഗിച്ച് തുടങ്ങുന്നെ വേണം. പലരും അത് എന്താണോ എന്ന് വിചാരിച്ച് അത് ഓപ്പൺ ചെയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കാം.